ഹലോ, ഇന്നത്തെ ദിവസം കുറച്ച് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഗോബി ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കണത്. അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെക്കുക. പിന്നീട് അതിലേക്ക് കോൺഫ്ലവർ, കാശ്മീരി ചില്ലി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ചെറുനാരയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കുറേ പണിയുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുപ്പിൽ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. എന്നൊക്കെ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടോ അന്നൊക്കെ ഇത് കഴിക്കാണ്ട് പോരാറില്ല കേട്ടാ. അതുകൊണ്ട് തന്നെ അത് കഴിക്കാനായിട്ട് ഒരു കൊതി വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ഓയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഓയിലിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാളയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തേക്കണത് ബീൻസും ക്യാരറ്റും പിന്നെ കാബേജ്, ക്യാപ്സിക്കം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് കാശ്മീരി ചില്ലിയും ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ടൊമാറ്റോ സോസും സോയ സോസും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ഫ്ലേവറിന് കുരുമുളക് പൊടി അത്യാവശ്യം വിതറി കൊടുക്കണം കേട്ടോ. പിന്നെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് ക്യാപ്സിക്കവും കാബേജും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് വേവിച്ച് വെച്ചേക്കണത് ഇട്ട് കൊടുക്കണം. ഗോബി റൈസ് ഉണ്ടാക്കാനായിട്ട് നല്ല നീളത്തിലുള്ള ബാസ്മതി റൈസാണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കണമെങ്കിൽ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോബി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുപോലുള്ള ടേസ്റ്റിൽ കിട്ടുന്നുള്ളത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടാ. അത് സോസും കൂട്ടി കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ്. നന്നു ആണെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ എരിവുള്ളതുകൊണ്ട് തന്നെ അവൻ അധികം കഴിക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്